ഏതാനും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ആഗോള നാവിക ശക്തികളുടെ പട്ടികയിൽ വളരെ പിന്നിലായിരുന്ന ചൈന ഇന്ന് അമേരിക്കയെ പോലും വെല്ലുവിളിക്കുന്ന ഒരു ശക്തിയായി മാറിക്കഴിഞ്ഞു. ഈ മാറ്റം കേവലം സൈനിക ശേഷി വർദ്ധിപ്പിക്കൽ മാത്രമല്ല, ചൈനയുടെ ആഗോള തന്ത്രങ്ങളുടെ ഒരു പ്രധാന ഭാഗം കൂടിയാണ്. ഒരു വലിയ നാവികസേന, സാമ്പത്തിക ശക്തി, ഭൗമരാഷ്ട്ര സ്വാധീനം എന്നിവ തമ്മിലുള്ള ബന്ധം എത്രത്തോളം ഉണ്ടെന്ന് ചൈന തെളിയിക്കുന്നു. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വ്യക്തമായ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വളർച്ച. കപ്പൽ നിർമ്മാണത്തിൽ വൻതോതിലുള്ള നിക്ഷേപം നടത്തിക്കൊണ്ട് അവർ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളർന്ന നാവികസേനകളിൽ ഒന്നായി മാറി. നിലവിൽ ലോകത്തിലെ കപ്പൽ ഓർഡറുകളുടെ 60% ചൈനീസ് കപ്പൽശാലകളിലാണ് നടക്കുന്നത്. അമേരിക്കൻ കപ്പൽ നിർമ്മാണ ശേഷിയേക്കാൾ 200 ഇരട്ടി വേഗത്തിൽ കപ്പലുകൾ നിർമ്മിക്കാൻ ചൈനയ്ക്ക് സാധിക്കുന്നുണ്ടെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഈ അതിവേഗ നിർമ്മാണം ചൈനീസ് നാവികസേനയുടെ വ്യാപ്തി ഗണ്യമായി വർദ്ധിപ്പിച്ചു. ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ യുദ്ധ കപ്പലുകൾ ഉള്ളത് ചൈനയ്ക്കാണ്. അമേരിക്കയുടെ 219 യുദ്ധ കപ്പലുകൾക്ക് എതിരെ ചൈനയ്ക്ക് 234 എണ്ണമുണ്ട്. ഈ കണക്കുകൾ മാത്രം മതി ചൈനയുടെ വളർച്ചയുടെ വേഗം മനസ്സിലാക്കാൻ. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ഭാവിയുടെ കാവൽക്കാരാണ് അതിന്റെ നാവികസേന. ചൈനയുടെ സാമ്പത്തിക വളർച്ചയുടെ പ്രധാന ഊർജ്ജ സ്രോതസ്സാണ് സമുദ്ര വ്യാപാരം. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ 10 തുറമുഖങ്ങളിൽ 7 എണ്ണവും ചൈനയിലാണ്. ഈ വ്യാപാര മാർഗങ്ങൾ സംരക്ഷിക്കുന്നതിനും ദക്ഷിണ ചൈന കടലിലും മറ്റ് തന്ത്രപ്രധാന സമുദ്ര മേഖലകളിലും തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കുന്നതിനും ചൈനയ്ക്ക് ശക്തമായൊരു നാവികസേന അനിവാര്യമാണ്. ഈ വളർച്ച അമേരിക്കൻ പ്രതിരോധ മേഖലയ്ക്ക് വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. കപ്പലുകളുടെ എണ്ണത്തിൽ ചൈന മുന്നിലാണെങ്കിലും സാങ്കേതികമായി അമേരിക്കൻ നാവികസേന ഇപ്പോഴും ഒരുപടി മുന്നിലാണ്. വലിയ വിമാനവാഹിനി കപ്പലുകളും അന്തർവാഹിനികളും അമേരിക്കൻ നാവികസേനയുടെ ശക്തി വർദ്ധിപ്പിക്കുന്നു. എന്നാൽ ചൈന അതിവേഗം ആ അന്തരം കുറയ്ക്കുന്നുണ്ട്. അമേരിക്കയിലെ സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസ് നടത്തിയ ഒരു പഠനമനുസരിച്ച് 2019 2023 ഇടയിൽ ചൈനയുടെ 4 വലിയ കപ്പൽ ശാഖകൾ ബ്രിട്ടീഷ് റോയൽ നേവിയുടെ മൊത്തം ശേഷിയേക്കാൾ കൂടുതൽ യുദ്ധക്കപ്പലുകൾ നിർമ്മിച്ചു. ചൈനയുടെ നാവികസേനയ്ക്ക് ധാരാളം കപ്പലുകൾ ഉണ്ടെങ്കിലും ചില കാര്യങ്ങളിൽ അവർക്ക് ഇപ്പോഴും പരിമിതികളുണ്ട്. പ്രവർത്തനക്ഷമമായ 2 വിമാനവാഹിനി കപ്പലുകൾ മാത്രമേ അവർക്കുള്ളൂ. അന്തർവാഹിനികളുടെ എണ്ണത്തിലും അവർക്ക് കുറവുണ്ട്. അമേരിക്കയുടെ അന്തർവാഹിനികളാണ് സാങ്കേതികമായി മുന്നിലുള്ളത്. ദക്ഷിണ ചൈന കടലിലെ ആഴം കുറഞ്ഞ പ്രദേശങ്ങൾക്ക് അനുയോജ്യമായ രീതിയിലാണ് ചൈനീസ് അന്തർവാഹിനികൾ നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചൈനയുടെ തീരപ്രദേശങ്ങളിൽ നിന്ന് വളരെ ദൂരേക്ക് സഞ്ചരിക്കാനുള്ള അവരുടെ കഴിവ് പരിമിതമാണ്. എന്നാൽ ഈ പരിമിതികൾ മറികടക്കാൻ ചൈന ശ്രമിക്കുന്നുണ്ട്. പുതിയ സാങ്കേതിക വിദ്യകളായ ആളില്ലാത്ത അണ്ടർ വാട്ടർ ഡ്രോണുകളും ഹൈപ്പർസോണിക് ആയുധങ്ങളും ചൈന വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ചൈനയുടെ നാവിക വളർച്ചയ്ക്ക് പിന്നിൽ ചരിത്രപരമായ ചില കാരണങ്ങളുണ്ട്. 1840 1949 ഇടയിൽ നടന്ന 470 വിദേശ ആക്രമണങ്ങൾ രാജ്യത്തിന് വലിയ ദുരിതങ്ങൾ നൽകിയെന്ന് പ്രസിഡന്റ് ഷീ ജിൻപിങ് പലപ്പോഴും ഓർമ്മിപ്പിക്കാറുണ്ട്. അതിനാൽ ഇനി ഒരിക്കലും ചൈന അപമാനിക്കപ്പെടില്ലെന്ന് ഉറപ്പുവരുത്താനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ശക്തമായ ഒരു നാവികസേന അനിവാര്യമാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. സൈനിക വാണിജ്യ കപ്പൽശാലകൾ തമ്മിലുള്ള സഹകരണമാണ് ചൈനയുടെ നാവിക വളർച്ചയ്ക്ക് വേഗത കൂട്ടുന്ന മറ്റൊരു പ്രധാന ഘടകം. സൈനിക സിവിലിയൻ ഫ്യൂഷൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഈ നയം ഷീ ജിൻപിങ് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇത് ചൈനയ്ക്ക് വലിയ നേട്ടമാകും. വാണിജ്യ കപ്പലുകൾക്ക് സൈനിക ആവശ്യങ്ങൾക്കായി സാധനങ്ങൾ കൊണ്ടുപോകാൻ കഴിയും. ഇത് നീണ്ടു നിൽക്കുന്ന യുദ്ധങ്ങളിൽ ചൈനയ്ക്ക് മേൽക്കൈ നൽകും. ആരാണ് വേഗത്തിൽ കൂടുതൽ കപ്പലുകൾ നിർമ്മിക്കുന്നത് എന്ന ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരം ചൈന എന്നാണ്. ചൈന തങ്ങളുടെ നാവിക ശക്തി ഉപയോഗിച്ച് മറ്റു രാജ്യങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് ചൈനീസ് വിദഗ്ധർ പറയുന്നു. എന്നാൽ തായ്വാനെ കുറിച്ചുള്ള അവരുടെ നിലപാട് ഇതിന് വിരുദ്ധമാണ്. തായ്വാനെ പുനരേകീകരിക്കാൻ ആവശ്യമെങ്കിൽ സൈനിക ശക്തി ഉപയോഗിക്കുമെന്ന് ചൈന പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ ചൈനയുടെ യുദ്ധക്കപ്പലുകൾ ഓസ്ട്രേലിയയുടെയും ജപ്പാന്റെയും തീരപ്രദേശങ്ങളിൽ നാവിക അഭ്യാസങ്ങൾ നടത്തിയത് മേഖലയിലെ രാജ്യങ്ങൾക്ക് ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. എങ്കിലും അമേരിക്കയും ചൈനയും തമ്മിൽ ഒരു വലിയ യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണെന്നും പലരും വിശ്വസിക്കുന്നു. കാരണം ഒരു യുദ്ധമുണ്ടായാൽ അത് ഇരു രാജ്യങ്ങൾക്കും വിനാശകരമായിരിക്കും. ചൈന അവരുടെ ശക്തി വർദ്ധിപ്പിക്കുകയും ശരിയായ സമയത്തിനായി കാത്തിരിക്കുകയും ചെയ്യുന്നു എന്ന ആശങ്ക പലർക്കുമുണ്ട്. ചൈനയുടെ നാവികസേനയ്ക്ക് എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് വരും കാലങ്ങളിൽ കണ്ടറിയാം.